ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയെ കുറിച്ച് കേൾക്കുവാനായിട്ട് ഉത്സാഹത്തോടെ എൻ്റെ മുന്നിലായിരിക്കുന്ന ഈശോയുടെ കുഞ്ഞു മാലാഖ കുട്ടികളെ, സുഖമാണോ എല്ലാവർക്കും? സന്തോഷമാണോ എല്ലാവർക്കും? ആണോ? എന്നിട്ട് മുഖത്ത് കാണാനില്ലല്ലോ. സന്തോഷമാണെങ്കിൽ ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിക്ക്, ടീച്ചർ ഒന്ന് കാണട്ടെ. ആഹാ, എന്തു ഭംഗിയാ നിങ്ങളെ കാണാനായിട്ട്. എപ്പോഴും ഇതേപോലെ ചിരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ നമ്മള് വീണ്ടും ഒരു കാറ്റീസം ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എത്രാമത്തെ പാഠം പഠിച്ചേ? 11ാമത്തെ പാഠം പഠിച്ചു അല്ലേ? ഫുള്ള് പഠിച്ചോ നമ്മള്? ഇല്ല, പകുതി വരെ പഠിച്ചിട്ട് അവിടെ നിർത്തിയേക്കാണ്. അപ്പൊ ടീച്ചർ തന്ന ആക്ടിവിറ്റി ഒക്കെ നിങ്ങൾ ചെയ്തു. ആഹാ, മിടുക്കരാണല്ലോ. പഠിച്ചോ 11ാമത്തെ പാഠം? പഠിച്ചു. ആഹാ, അങ്ങനെയാണെങ്കിൽ ടീച്ചർക്ക് ചോദ്യമൊക്കെ ചോദിക്കാലോ, ഉത്തരമൊക്കെ പറഞ്ഞു തരുമല്ലോ. ശരി, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിച്ചതെന്നൊന്ന് ഓർത്തെടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 11ാമത്തെ പാഠമാണ് പഠിച്ചത്. 11ാം പാഠത്തിന്റെ പേരാണ് ജനങ്ങളെ പഠിപ്പിക്കുന്ന ഈശോ. അപ്പൊ ആ പാഠത്തില് ഈശോ ജനങ്ങളെ പഠിപ്പിച്ച കാര്യമൊക്കെയാണല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ പാഠത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ആരെ കണ്ടിട്ടുണ്ടായിരുന്നു? തോമാച്ചനും അമ്മാമേനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് നമ്മൾ പറഞ്ഞു ഈശോയ്ക്ക് യാത്ര ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഈശോ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു വലിയ ജനക്കൂട്ടം ഈശോയെ അനുഗമിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർ ഈശോയെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നേ? ഈശോ ചെയ്തിരുന്ന അത്ഭുത പ്രവൃത്തികൾ കാണുവാനും ഈശോ പറയുന്ന നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുവാനുമായിട്ട് ഒരു വലിയ ജനക്കൂട്ടം ഈശോയെ അനുഗമിച്ചിരുന്നു. അപ്പൊ ഒരു ദിവസം ഈശോ ഇതേപോലെ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം തന്നെ അനുഗമിക്കുന്നത് ആര് കണ്ടു? ഈശോ കണ്ടു അല്ലേ? അപ്പൊ ഈശോ എന്താ ചെയ്തേ? ഒരു മലമുകളിലോട്ട് കയറി പോയിട്ട് ഒരു സ്ഥലത്തിരുന്നു. അപ്പോഴാ ജനങ്ങളും മലമുകളിലോട്ട് കയറി വന്ന് ഈശോയുടെ ചുറ്റും കൂട്ടമായിട്ടിരുന്നു. ആ പാവപ്പെട്ട ജനതയോട് ഈശോയ്ക്ക് എന്തു തോന്നി? അനുകമ്പ തോന്നി. ഈശോ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി. ഈശോ ജനങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളിലെ 3 കാര്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാരാ ടീച്ചർക്കൊന്ന് പറഞ്ഞുതരാ? മിടുക്കനായിട്ടുള്ള ഫെനക്സ് അവിടെ എണീറ്റ് നിൽക്കുന്നുണ്ടല്ലോ, മോനൊന്ന് പറഞ്ഞേ. ആദ്യം ഈശോ പഠിപ്പിച്ചത് എന്തായിരുന്നു? അതന്നെ, കരുണ കാണിക്കുന്നവർക്ക് കരുണ ലഭിക്കും. രണ്ടാമത് ഈശോ പഠിപ്പിച്ചത് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. മൂന്നാമതായിട്ട് ഈശോ പഠിപ്പിച്ചത് എന്താ? നീതി പ്രവർത്തിക്കുന്നവർക്ക് സ്വർഗരാജ്യം ലഭിക്കും. മിടുക്കൻ കുട്ടനാണ് കേട്ടോ. അപ്പോ ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഈശോ പഠിപ്പിച്ചേ? അല്ല അല്ലേ? ഈശോ പഠിപ്പിച്ച കാര്യങ്ങളിലെ ഒരു കൂട്ടത്തിനെ നമ്മളൊരു പ്രത്യേക പേര് പറയുമെന്ന് പറഞ്ഞല്ലോ. അഷ്ടഭാഗ്യങ്ങള്. അഷ്ടഭാഗ്യങ്ങളിലത്തെ 5 എണ്ണം കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടുപിടിച്ചോ നിങ്ങള്? എല്ലാവരും കണ്ടുപിടിച്ചോ? ഇല്ല, കുറച്ച് മാലാഖ കുട്ടികൾ കണ്ടുപിടിച്ചിട്ടില്ല. എന്ത് ചെയ്യണം? ഇന്ന് കണ്ടുപിടിക്കണം, മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഇത്ര മാത്രമാണോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ? അല്ല, വേറെ കാര്യങ്ങളും ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? എന്ത് കാര്യം ഈശോ പഠിപ്പിച്ചേ? നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല, നമ്മുടെ ശത്രുക്കളെയും നമ്മൾ സ്നേഹിക്കണം, നമ്മളെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കണം എന്നൊക്കെ ഈശോ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മളെ ദ്രോഹിക്കുന്നവരോട് എപ്രകാരമാണ് ക്ഷമിക്കേണ്ടതെന്ന് പഠിപ്പിക്കുവാൻ ഈശോ ഒരു വചനം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആരെനിക്ക് ആ വചനം പറഞ്ഞുതരാ? ആയറിൻകുട്ടി അവിടെ ചാടി എണീറ്റിരുന്നുണ്ടെന്ന് പറഞ്ഞേ മോളെ. അത് തന്നെ, വലത് കരണം തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കണം. ഇത് ബൈബിളിൽ എവിടെയാ കാണാൻ പറ്റാ? മോളൊന്ന് പറഞ്ഞേ. ശരി ഉത്തരാണ് ആയറിൻകുട്ടി പറഞ്ഞത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 39-ാം വാക്യം. അപ്പൊ ഇത്രയ്ക്കും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് മാത്രമാണോ നമ്മൾ പഠിച്ചേ? അല്ല അല്ലേ? നമ്മളൊരു തീരുമാനവും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു നമ്മൾ എടുത്ത തീരുമാനം? ഈശോ തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ചതുപോലെ നമ്മളും നമ്മെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കും, അവരെ സ്നേഹിക്കുമെന്ന് നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആരും ഇത് മറക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അപ്പൊ സമയം കളയാണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിക്കാനുള്ളതെന്ന് നോക്കിയാലോ? അതിനു മുമ്പേ ടീച്ചർ ഒരു കാര്യം പറയാം. ടീച്ചറുടെ വീടിന്റെ അടുത്തേ ഒരു മാലാഖ കുട്ടിയുണ്ട്, നിങ്ങളുടെ അതേ പ്രായത്തിലുള്ളത്. അവന്റെ പേര് അദിത്ത് എന്നാണ് കേട്ടോ. അവന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാനേ, ടീച്ചറെ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ഈശോ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, എനിക്കതെല്ലാം മനസ്സിലായി. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. എന്താണെന്നറിയോ ആദ്യത്തിന്റെ സംശയം? അവൻ പറയാണേ, നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഈശോ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോന്ന്.
ഈശോ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥന തന്നിട്ടുണ്ടോ എന്ന് ആ മിടുക്കന്റെ സംശയം. ആഹാ, നിങ്ങൾക്ക് ആ സംശയം ഉണ്ടായിരുന്നോ? അപ്പൊ ഞാൻ ആദിത്യനോട് പറഞ്ഞിട്ടുണ്ട്, ഈ ക്ലാസ്സിൽ ആ സംശയത്തിനുള്ള ഉത്തരാണ് ടീച്ചർ പറയാൻ പോണേന്ന്. അപ്പൊ പറയട്ടെ ടീച്ചർ. ഈശോയെ എപ്രകാരമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്നും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈശോ പ്രാർത്ഥിക്കാനായിട്ട് ഒരു പ്രാർത്ഥനയും നമുക്ക് തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന നമ്മളെല്ലാവരും എല്ലാ ദിവസവും വീട്ടില് കുടുംബ പ്രാർത്ഥനയിൽ എത്തിക്കാറുണ്ട്. അപ്പൊ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവരും വീട്ടിൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന എത്തിക്കാറുണ്ടോ? ഉണ്ടോ? കുടുംബ പ്രാർത്ഥന എത്തിക്കുന്ന വീട്ടിലെ കുട്ടികളൊക്കെ ഒന്ന് കൈ പൊന്തിച്ച ടീച്ചർ ഒന്ന് കാണട്ടെ. ആഹാ, എല്ലാവരും എത്തിക്കുന്നുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രാർത്ഥന അറിഞ്ഞിരിക്കും. ഏത് പ്രാർത്ഥനയാണെന്ന് അറിയോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ആരംഭിക്കുന്ന കർത്തൃ പ്രാർത്ഥന. ഏത് പ്രാർത്ഥനയാ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ആരംഭിക്കുന്ന കർത്തൃ പ്രാർത്ഥന. കർത്തൃ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുണ്ടാവില്ല. പക്ഷെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നിങ്ങൾക്ക് അറിയാലോ. ആ പ്രാർത്ഥന തന്നെയാണ് ഈശോ നമുക്ക് തന്നത്. അപ്പൊ ഇനി ആരെങ്കിലും നിങ്ങൾക്ക് കർത്തൃ പ്രാർത്ഥന അറിയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഞങ്ങൾക്കറിയാം, അത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അത് അവിടുന്ന് ആൽഡ്രിൻ മോള് നമ്മുടെ അടുത്ത് പറയാണേ, നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ മാത്രമല്ല ഈ പ്രാർത്ഥന ചൊല്ലുന്നേന്ന്, വിശുദ്ധ കുർബാനയിലും നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലാറുണ്ടെന്ന്. ശരിയല്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലാറുണ്ട്. എത്ര പ്രാവശ്യം നമ്മൾ ചൊല്ലാറെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വേറൊരു മിടുക്കി പറഞ്ഞു 2 വട്ടം. മിടുക്കി കുട്ടിയാണ് കേട്ടോ. അപ്പൊ ഈ 2ാമത്തെ വട്ടം നമ്മൾ വിശുദ്ധ കുർബാനയില് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോഴേ നമ്മൾ കൈയൊക്കെ വിരിച്ചു പിടിച്ചിട്ടൊക്കെയാണ് ആ പ്രാർത്ഥന ചൊല്ലാറ്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ കൈ വിരിച്ചു പിടിച്ച് ആ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടാവുക? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അത്? ഇല്ല അല്ലേ? ടീച്ചർ പറഞ്ഞുതരാം. കൈ വിരിച്ചു പിടിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെ നമ്മൾ ഈശോയുടെ അടുത്ത് പറയാണ്, ഈശോയെ അങ്ങയുടെ മുൻപില് ഞങ്ങൾ ഒന്നുമല്ല, ഞങ്ങൾ നിസ്സാരരാന്ന് നമ്മൾ ഏറ്റു പറയാ ചെയ്യുന്നേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ പ്രാർത്ഥന അറിയാലോ. നമുക്ക് എല്ലാവർക്കും കൈകൾ വിരിച്ചു പിടിച്ച് ഈ പ്രാർത്ഥന ഒന്ന് ഉറക്കെ ചൊല്ലിയാലോ? നിങ്ങളെല്ലാവരും മിടുക്ക മാലാകുട്ടികളല്ലേ, നല്ല ഉറക്കെ ചൊല്ലണം കേട്ടോ. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ആഹാ, മിടുക്കരായിട്ട് നിങ്ങൾ ചൊല്ലിയല്ലോ. ഈ പ്രാർത്ഥന ആര് നമുക്ക് തന്ന പ്രാർത്ഥനയാ? ഈശോ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഈശോ നമുക്ക് പഠിപ്പിച്ചു തരുന്നതിലൂടെ മറ്റൊരു കാര്യവും ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒന്നിനെ കുറിച്ച് ആലോചിച്ചും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ചാൽ മാത്രം മതിയെന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ അത്? അതായത് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ? നിങ്ങളിപ്പോ മാലാഖ കുട്ടികളായതുകൊണ്ട് അത്രയ്ക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ പാരന്റ്സിനൊക്കെ അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അവരിങ്ങനെ ആലോചിച്ച് വിഷമിക്കും, എങ്ങനെയാണ് ഈ ഒരു ബുദ്ധിമുട്ടിനെ നമ്മൾ തരണം ചെയ്യാന്ന്. അപ്പൊ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന യാതൊരുവിധ ബുദ്ധിമുട്ടിനെയും കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ആരുടെ പരിപാലനയിൽ ആശ്രയിച്ചാൽ മതി? ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ചാൽ മതി. ഇത് ഈശോ വെറുതെ പറഞ്ഞു തരല്ല കേട്ടോ. ഒരു എക്സാമ്പിളും ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈശോ പറയാണേ, നിങ്ങൾ വയലിലെ ലില്ലിപ്പൂക്കളെയും ആകാശത്തിലെ പറവുകളെയും നോക്കാനായിട്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ വഴിയോരങ്ങളിലോ വയലോരങ്ങളിലോ ഒക്കെ പൂക്കൾ നിൽക്കുന്നത്? ആരെങ്കിലും ആ പൂക്കൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ടോ? ഇല്ല അല്ലേ? എന്നിട്ടും എന്ത് മനോഹരമായിട്ട് അവര് നിൽക്കുന്നേ അല്ലേ? അതേപോലെ ആകാശത്തിൽ പറക്കുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ? അവർക്ക് നമ്മൾ ആരെങ്കിലും ഭക്ഷണം കൊടുക്കാറുണ്ടോ? ഇല്ല. എന്നിട്ടും എന്ത് മനോഹരമായിട്ടാ ദൈവം അവരെ നോക്കുന്നത്. അപ്പൊ അവരെക്കാളൊക്കെ ദൈവത്തിന് ഇഷ്ടം ആരെയാ? നമ്മളെയാണല്ലേ. അപ്പൊ എന്ത് മനോഹരമായിട്ട് ദൈവം നമ്മെ പരിപാലിക്കും. അപ്പൊ നമ്മൾ ഇന്നു മുതൽ എന്ത് ചെയ്താൽ മതി? ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ചാൽ മതി. അപ്പൊ ഇത്ര നേരം നമ്മൾ പറയുന്നുണ്ടായത് എന്താ? ഈശോ നമ്മളെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളാണല്ലേ. സാധാരണ നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുക? ടീച്ചർ എന്ന് വിളിക്കും. മലയാളത്തിലാവുമ്പോ അധ്യാപകനെന്നോ അധ്യാപികയെന്നോ വിളിക്കും. അല്ലെങ്കിൽ മറ്റൊരു പേര് പറയൂലോ, ഗുരുക്കന്മാരെന്ന് വിളിക്കൂലേ. അപ്പൊ ഈശോ നമ്മളെ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നെ? സുവിശേഷ സത്യങ്ങളാണ് പഠിപ്പിച്ചു തന്നെ.
അപ്പോൾ ഇങ്ങനെ സുവിശേഷ സത്യങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ദിവ്യ ഗുരുവാണ് ആര്? ഈശോ. അപ്പൊ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, ഈശോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മാത്രമാണോ പഠിപ്പിച്ചു തന്നത്? അല്ല അല്ലെ, ലോകത്തിലെ എല്ലാ ജനത്തിനുമാണ് ഈശോ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ ഈശോ ലോകത്തിന്റെ ആരാ? ആ ഗുരുനാഥനാണ്. അപ്പൊ അവിടുന്ന് ആൽബിൻകുട്ടൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എന്താണ് ആൽബിൻകുട്ടന്റെ സംശയം? ആൽബിൻകുട്ടൻ ചോദിക്കുകയാണേ, ടീച്ചർ ഈ ക്ലാസ്സിലുടനീളം ഈശോ പഠിപ്പിച്ചതും പ്രവർത്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എവിടെ നിന്നാണ് ടീച്ചർക്ക് ഇതൊക്കെ മനസ്സിലായെന്ന്? ടീച്ചർക്ക് ഇത് എവിടെ നിന്നാ കിട്ടിയെന്ന് ആൽബിൻകുട്ടൻ ചോദിക്കുന്നത്. ആഹാ, നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നോ? നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ ടീച്ചർക്ക് ഇത് എവിടെ നിന്നാ കിട്ടിയെന്ന്? ടീച്ചർക്ക് ഇത് കിട്ടിയത് എവിടെ നിന്നാണെന്നറിയോ? ഈശോ പഠിപ്പിച്ചതും പ്രവർത്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പുസ്തകത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും ആ പുസ്തകത്തിന്റെ പേര് പറയാൻ പറ്റുമോ? മിടുക്കനായിട്ടുള്ള ഡോൺകുട്ടൻ ആ പേര് പറഞ്ഞു, വിശുദ്ധ ബൈബിളില്. ഈശോ പഠിപ്പിച്ചതും പ്രവർത്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശുദ്ധ ബൈബിളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വിശുദ്ധ ബൈബിൾ വായിക്കുന്നതിലൂടെ നമുക്ക് ഈശോ പഠിപ്പിച്ച കാര്യങ്ങളും ഈശോ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അപ്പോ വിശുദ്ധ ബൈബിൾ വായിക്കുന്നതിലൂടെ ഈശോ നമ്മുടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈശോ സംസാരിക്കുന്നത് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളും എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം. പക്ഷെ കുഞ്ഞു മാലാകുട്ടികളല്ലേ, എനിക്കറിയാം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ബൈബിൾ വായിക്കാനായിട്ട് പറ്റില്ല എന്ന്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെ മാതാപിതാക്കൾ ബൈബിൾ വായിക്കുമ്പോഴോ സഹോദരങ്ങൾ ബൈബിൾ വായിക്കുമ്പോഴോ എന്ത് ചെയ്യണം? ഉത്സാഹത്തോടെ ദൈവവചനം കേൾക്കണം. അപ്പൊ നമുക്ക് ഇന്നൊരു തീരുമാനം എടുത്താലോ? ഒരുമിച്ചൊരു തീരുമാനം എടുക്കാം. നമ്മൾ എടുക്കുന്ന തീരുമാനം ഇതാണ്: ഈശോയുടെ വചനം കേൾക്കാൻ ഓടിയെത്തിയ ദൈവജനത്തെ പോലെ നമ്മളും ഉത്സാഹത്തോടെ ദൈവവചനം കേൾക്കും. എന്താ നമ്മൾ എടുക്കുന്ന തീരുമാനം? ഈശോയുടെ വചനം കേൾക്കാൻ ഓടിയെത്തിയ ജനങ്ങളെ പോലെ നമ്മളും ഉത്സാഹത്തോടെ ദൈവവചനം കേൾക്കും. നമ്മൾ ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാണ്. ആരും ഇത് തെറ്റിക്കാനായിട്ട് പാടില്ല. അപ്പൊ ഇതോടെ നമ്മുടെ പാഠഭാഗം ഇവിടെ അവസാനിക്കാണ്. ഇനി എന്താ ചെയ്യണ്ടേ? ടെക്സ്റ്റിന്റെ ബാക്കിലുള്ള ആക്ടിവിറ്റീസ് നോക്കണം അല്ലേ? അപ്പൊ ആദ്യത്തെ ആക്ടിവിറ്റി ഇരിക്കുന്നത് പേജ് നമ്പർ 51 അതിൽ എന്ത് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഈശോ പറഞ്ഞതനുസരിച്ചിട്ട് ഒരു സന്ദർഭം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈശോ പറഞ്ഞതനുസരിച്ചിട്ട് അവരെന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതല്ല നിങ്ങളുടെ ഹോംവർക്ക്. നിങ്ങളുടെ ഹോംവർക്ക് ഇരിക്കുന്നത് പേജ് നമ്പർ 52 അതിൽ നിറം കൊടുത്ത് ആവർത്തിച്ച് എഴുതാം എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി കണ്ടോ? അവിടെ 3 സെന്റൻസസ് കൊടുത്തിട്ടുണ്ട്. ഓരോ സെന്റൻസിനും ഓരോ ക്രയോൺസ് ഉപയോഗിച്ച് നല്ല ഭംഗിയിൽ അതിന് നിറം കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് ഫോട്ടോ എടുക്കണം, നിങ്ങളുടെ കാറ്റിസം ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. പിന്നെ അതേപോലെ ആ പേജിൽ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കണം, അത് പഠിക്കണം. ഇനി എന്താ ചെയ്യണ്ടേ? നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാ മാലാകുട്ടികളും ചാടി എണീറ്റോ? കൈകൂപ്പി പിടിക്കുക, കണ്ണടച്ച് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യ ഗുരുവായ ഈശോയെ, അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.